നമസ്കാരം. 2025 എന്ന ഒരു വർഷം വൃശ്ചികം രാശിക്കാർക്കും വൃശ്ചികം ലഗ്നക്കാർക്കും എങ്ങനെ വന്നു ചേരുമെന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ തരാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ചന്ദ്രൻ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ വൃശ്ചികത്തിലെ വിശാഖം, ഈ 3 നക്ഷത്രങ്ങളിൽ വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ ഇരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം മെയ് മാസം തൊട്ടിട്ട് അഷ്ടമത്തിലേക്കാണ് വ്യാഴം ഗോചരം ചെയ്യുന്നത്. അപ്പോൾ അത് ചന്ദ്രനിൽ നിന്ന് അഷ്ടമത്തിലേക്ക് ഗോചരം ചെയ്യുന്ന ഒരു ഇഫക്റ്റ് കൊണ്ടുതരും വൃശ്ചികം ലഗ്നക്കാർക്ക്. അതുപോലെ തന്നെ ലഗ്നത്തിൽ നിന്ന് അഷ്ടമത്തിൽ. അപ്പോൾ ഇതിൽ ചന്ദ്രനിൽ നിന്ന് അഷ്ടമത്തിൽ ഉണ്ടാകുമ്പോൾ അത് ശരിക്കും മനസ്സിനെ ബാധിക്കും. മാത്രമല്ല, കുറച്ച് കൂടുതൽ സമയം ചൊവ്വയുടെ ഒരു ഗോചരം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ഒരു പകുതി വരെയും നിങ്ങളുടെ ഈ അഷ്ടമഭാവത്തിലും 9-ാം ഭാവത്തിലൊക്കെ ആയിട്ടാണ്. കുറേയൊക്കെ ഈ 9-ാം ഭാവത്തിൽ തന്നെയാണ് ഈ ചൊവ്വയുടെ ഒരു ഗോചരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം നോക്കുകയാണെങ്കിലും, കൂടാതെ നിങ്ങളുടെ 3-ാം ഭാവത്തിൻ്റെയും 4-ാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള ശനി നിങ്ങളുടെ 5-ാം ഭാവത്തിൽ ഗോചരം ചെയ്യുന്നത് നോക്കുകയാണെങ്കിലും, അപ്പോൾ അത് ഒരു നിങ്ങൾക്കൊരു ഓർത്തു വയ്ക്കാൻ പറ്റുന്നൊരു വർഷമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ, ഒരു 25 ഒരു 20 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇന്ന വർഷത്തിൽ ഇന്നതൊക്കെ ഉണ്ടായി എന്നുള്ള ഒരു ഓർമ്മ, അത് പ്രണയത്തിൻ്റെ കാര്യം, കുറേ ആൾക്കാർ തന്ത്രവിദ്യകൾ, മന്ത്രജപത്തിലേക്ക്, സാധനയിലേക്ക്, അതുപോലെ വലിയ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുതരുന്ന, ജീവിതത്തിൽ ഒരു പരിവർത്തനമുണ്ടായ അല്ലെങ്കിൽ ഒരു വഴിത്തിരിവുണ്ടായ ഒരു കാലം എന്ന രീതിയിൽ അതിനെ ഓർത്തു വയ്ക്കും. പാഠം പഠിച്ചത്, അതുപോലെ പലരും പ്രണയത്തിൽ നിന്ന് പാഠം പഠിക്കും, പലരും സന്താനങ്ങളിലൂടെ പഠിക്കും. അതുപോലെ നമ്മളെക്കൊണ്ട് കുറേ ആൾക്കാർ നന്നാവും, കുറേ ആൾക്കാർ നമ്മളെ വിട്ടിട്ട് പോകുമെന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ ആ സർക്കിളിൽ നിന്ന് പോകും. അതായത് കുറേ കാലമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അങ്ങനെ ബന്ധം കുറഞ്ഞു വരിക, പിന്നെ അങ്ങ് മാഞ്ഞു പോവുക എന്നുള്ളൊരു രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ജീവിതമാണ്, നമ്മളതിനെ അങ്ങനെ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഈ ഗോചരം മോശമാണെന്ന് പറയുന്നില്ല. ഓരോ പ്രായത്തിൽ, അതായത് ഓരോ ദശാകാലമാണ് നമ്മുടെ ആ ഒരു കർമ്മഫലം പറയുന്നത്. ആകാശത്തെപ്പോഴും ഈ ഗോചരങ്ങളിങ്ങനെ, ചന്ദ്രൻ്റെ ഗോചരം 2.25 ദിവസം കൊണ്ട് രാശി മാറുന്നുണ്ട്. അതുപോലെ ബുധനും ശുക്രനും എല്ലാ ഗ്രഹങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലവും നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ദശാകാലമാണ് നമ്മുടെ കർമ്മഫലം ഈ ഗോചരവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ഫലം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു, ദശാകാലം, അതുപോലെ നിങ്ങളുടെ ജാതകത്തിലെ ശനിയിൽ നിന്ന്, ഗോചരത്തിലെ ശനി എവിടെ ഇരിക്കുന്നു, വ്യാഴത്തിൽ നിന്ന്, അതായത് നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിൽ നിന്ന് ഗോചരത്തിലെ വ്യാഴം എവിടെ ഇരിക്കുന്നു, ദശാനാഥനിൽ നിന്ന് ഈ ഗ്രഹങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നു, ദശകൾ, അന്തർദശകൾ, ഇതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. അപ്പോൾ ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രണയബന്ധങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് ശനി മാർച്ച് അവസാനത്തോടെ പോകുന്നതാണ്. അതുപോലെ മെയ് മാസത്തിൽ വ്യാഴം അഷ്ടമഭാവത്തിലേക്കും, അതായത് 5-ാം ഭാവാധിപൻ അഷ്ടമഭാവത്തിലേക്കും 5-ാം ഭാവത്തിലേക്ക് ശനിയും വരികയാണ്. അപ്പോൾ ആ പ്രണയത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ജ്യോതിഷം അറിയുന്ന ആൾക്കാർക്കൊരു മനസ്സിലായി കാണും. അത് ഒരു വിരക്തി, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടക്കാതിരിക്കുക. പിന്നെ ദശാകാലങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്രേക്കപ്പ് വരാനുള്ള സാധ്യത. അങ്ങനെ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയുടെ ഒരു ഗോചരവും പിന്നീട് അഷ്ടമത്തിലേക്കുള്ള ഗോചരവുമാണെങ്കിലും ചൊവ്വയുടെ ഒരു പോക്കും വരവും, പ്രത്യേകിച്ച് കേതുവിൻ്റെ ഒരു മെയ് മാസത്തിൽ 10-ാം ഭാവത്തിലേക്കുള്ളൊരു വരവും, അത് ചിങ്ങമാണ്. ചിങ്ങം എന്ന് പറയുന്നതും റൊമാൻസിനെ സൂചിപ്പിക്കുന്ന ഒരു രാശിയാണ്. കലയും കഴിവുകളും എല്ലാം ഉണ്ട് ചിങ്ങത്തിൽ, ലീഡർഷിപ്പും എല്ലാം ഉണ്ട്, അധികാരവും രാജകീയതയും എല്ലാം ഉണ്ട്. കേതു അവിടെ വരുമ്പോഴത്തേക്കും പ്രണയകാര്യങ്ങളിലും ഒരു ഇത് വരും. അപ്പോൾ പ്രധാനമായിട്ടും ഒന്ന് പറയാനുള്ളത്, എടുത്തു ചാടി കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുക. പിന്നെ കുറച്ച് സമയം കൊടുക്കണം ബന്ധങ്ങൾക്ക്. ആ ഒരു വർഷം, പ്രത്യേകിച്ച് മാർച്ച് തൊട്ട് പ്രതീക്ഷിക്കാം, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ബന്ധങ്ങളെ ഒന്ന് സമയം കൊടുക്കുക. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം മനസ്സിലാക്കാനും സംസാരിക്കാനും
അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടിയൊരു വിവാഹത്തിലേക്കും ഇതിലേക്കൊന്നും പോവാതിരിക്കുക എന്നാണ് ഒരു സജഷൻ ഉള്ളത്. പിന്നെ പല ബന്ധങ്ങളിലും ഒരു ഡ്രൈനെസ് കാണാം. അത് സന്താനങ്ങളുമായിട്ടുള്ളതും, അതായത് കർത്തവ്യ നിർവഹണം നടക്കുകയാണ്, അതാണ് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങളും നിങ്ങളുടെ സന്താനവും തമ്മിൽ, നിങ്ങളും നിങ്ങളുടെ ഒരു പാർട്ട്ണറും, പ്രത്യേകിച്ച് ലവ് ആൻഡ് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുമായിട്ടും ഒക്കെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബന്ധം, അങ്ങനെ ഒരു നടന്നു പോകുന്നുണ്ട് കാര്യങ്ങൾ. എന്നാൽ ആ ഒരു ഊർജ്ജസ്വലതയോ വൈകാരികതയോ ആ ഒരു വലിയൊരു അടുപ്പം ഉണ്ടാവില്ല. മാത്രമല്ല ഒരുപാട് സ്നേഹപ്രകടനങ്ങളോ നല്ല വാക്കുകളോ, അല്ലെങ്കിൽ ഇപ്പോൾ മക്കളാണെങ്കിലും ഒരു മിസ് ചെയ്യുക, എനിക്ക് അമ്മയെ ഓർമ്മ വരുന്നു, അച്ഛനെ ഓർമ്മ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു അടുപ്പം, അതൊരു പ്രകടിപ്പിക്കാത്തൊരു സമയം പോലെ. നിങ്ങൾക്കും പല കാര്യങ്ങളും അങ്ങനെ ഒരു വൈകാരികതയുടെ കാര്യത്തിൽ ഒരു റഫ്നെസ് വരുന്നുണ്ട്. ഇനി വൃശ്ചികം ലഗ്നക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പാപഗ്രഹങ്ങളുടെ ദശയിലൂടെ, പ്രത്യേകിച്ച് ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വയുടെ, കേതുവിൻ്റെ ഒക്കെ ദശയിലൂടെ വൃശ്ചികം ലഗ്നക്കാർ കടന്നു പോവുകയാണെങ്കിലും, അതുപോലെ വൃശ്ചികം രാശിക്കാർ ഇത്തരം ഗ്രഹങ്ങളുടെ ദശ അന്തർദശകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു ഡ്രൈനെസ് എന്നത്, വൈകാരികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വികാരമില്ലായ്മ എന്ന് പറയാം, അതൊരു വരൾച്ച പോലെ, അത് ദേഷ്യമായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. ചൊവ്വയുടെ ഒരു സ്വാധീനം നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ എവിടെ എങ്ങനെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ഇത് ഫ്രസ്ട്രേഷനായിട്ടും. പിന്നെ വൃശ്ചികം എന്നത് കുറച്ച് പ്രതികാരത്തിൻ്റെയൊക്കെ ഒരു സൂചന കൂടി തരുന്നതാണ്. അവിടെ ഭയങ്കരമായിട്ടൊരു അഗ്രഷനുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്വഭാവം ജാതകത്തിലെ ഗ്രഹങ്ങളാണ് നിശ്ചയിക്കുന്നത്. വ്യാഴത്തിൻ്റെ സംബന്ധമൊക്കെ ഉണ്ടെങ്കിൽ, ശുഭഗ്രഹങ്ങളുടെ സംബന്ധമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പലതരത്തിലും ഈ പ്രണയ പരാജയം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ രീതിക്കനുസരിച്ചിട്ട് പാർട്ട്ണറിൻ്റെ ഒരു പെരുമാറ്റം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇത് കാരണം സംശയം വരാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ പല കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുക, മനസ്സിലങ്ങനെ കൊണ്ടു നടക്കാനൊരു ദേഷ്യം വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ശ്രദ്ധിക്കേണ്ട ഒരു സമയങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. പിന്നെ ശനിയുടെ ഗോചരം എന്ന് പറയുമ്പോൾ 2.5 വർഷത്തേക്കാണ്. അപ്പോൾ അടുത്ത മാർച്ച് തൊട്ട് പിന്നെ 2.5 വർഷത്തേക്ക് അവിടെ കാണും. അതുകൊണ്ട് നിങ്ങൾക്കൊരു പാഠം പഠിപ്പിക്കും ശനി ഇവിടെ. സന്താനങ്ങളെപ്പറ്റി, പ്രണയബന്ധങ്ങളെപ്പറ്റി, ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി. നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയത്ത് അതിനെപ്പറ്റി ഒരു ലെസൺ കിട്ടും നിങ്ങൾക്ക്. അതുപോലെ ജീവിത പങ്കാളിയുടെ വീട്ടുകാർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ആരെയും അമിതമായി സംശയിക്കരുത് എന്നുള്ളൊരു കാര്യം. ഒന്ന് ശരിക്കും ഈ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, ശരിക്കും കീഴടങ്ങാൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കാൻ പഠിപ്പിക്കുന്ന പോലുള്ളൊരു സമയമായിരിക്കും. അപ്പം അങ്ങനെ ഒരു വർഷം പ്രതീക്ഷിക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് കേതുവിൻ്റെ ഒരു സ്വാധീനം എപ്പോഴും 10ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ കേതു എപ്പോഴും ആ റൂട്ടീൻ ബ്രേക്ക് ചെയ്യുന്ന ആളാണ്. എന്താണോ ഏത് ഭാവത്തിലേക്ക് വരുമോ അവിടെ ഒരു ബ്രേക്ക് കൊണ്ടുതരാനുള്ള സാധ്യതകൾ കാണും. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും, പൊസിഷൻ, ജോലി, അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഫീൽഡിലേക്ക് മാറേണ്ടി വരിക, നമ്മൾ പഠിച്ച സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡുകളിൽ ജോലിക്ക് കയറേണ്ടി വരിക. കുറേ ആൾക്കാർ പ്രായത്തിനും ദശാകാലങ്ങൾക്കും അനുസരിച്ചിട്ട് ജോലി വിട്ട് ബിസിനസ്സിലേക്ക്, എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളൊരു രീതിയിലേക്ക് വരാനുള്ള സാധ്യത. അതിന് കുറേയൊക്കെ സ്കോപ്പ് ഉണ്ട് ഈ ഒരു വർഷം. നിങ്ങൾക്ക് മെയ് മാസം തൊട്ട്, അതിന് കുറച്ച് മുന്നേ തുടങ്ങും, നിങ്ങളുടെ ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങിയാലോ എന്നതൊക്കെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ശനിയുടെ ഒരു ഗോചരം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു മീനം എന്നത് ഒരു ഒറ്റപ്പെടലിൻ്റെ രാശിയാണ്, മോക്ഷരാശി എന്ന് പറയാം. പല സിഗ്നിഫിക്കേഷൻസും ഉണ്ട് അതിന്. അതായത് ജയിലുകളെ സൂചിപ്പിക്കുന്നു, ആശുപത്രിയെ സൂചിപ്പിക്കുന്നു, സന്യാസത്തെ, ഗുരുവിൻ്റെ ആശ്രമത്തെ ഒക്കെ സൂചിപ്പിക്കുകയാണ്. അഗാധമായ കടലാണ്, ധ്യാനത്തിലുള്ള അവസ്ഥയാണ്, സ്വപ്നത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാശിയിലേക്ക് കർമ്മത്തിൻ്റെ ഗ്രഹം പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ ശനിയുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊക്കെ കുറച്ച് താല്പര്യവും കുറയും. അതുപോലെ കേതുവിൻ്റെ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡെയിലി ഉള്ള റുട്ടീനിൽ എന്താ പറയുക, തടസ്സം വരും. അതുമായിട്ട് വലിയൊരു ഇതുണ്ടാവില്ല. അപ്പോൾ രാഹുവിൻ്റെ ഒരു വരവാണ് ഇവിടെ ഉന്മേഷം തരാൻ പോകുന്നത്. കാരണം രാഹു നിങ്ങളെ ആക്റ്റീവാക്കി ഇരിക്കാൻ നോക്കും.
രാഹു നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് ടെൻഷൻ തരും. കുംഭം എന്ന് പറയുന്നത് ലാഭത്തിൻ്റെ രാശിയാണ്. അവിടെ റൂളർഷിപ്പ് ഉണ്ട് രാഹുവിന്. അപ്പോൾ മാന്ത്രികതയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വർഷം എന്നത് ശരിക്കും സാധന ചെയ്യാനും സാധന പഠിക്കാൻ, പ്രത്യേകിച്ച് തന്ത്രമാർഗത്തിലേക്ക് വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാർക്ക് തിരിയാനുള്ളൊരു സമയമായിട്ടാണ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും ഗോചരം കാണിക്കുന്നത്. വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അത്. വിദ്യയുടെ രാശിയാണ് മിഥുനം എന്നത്. അതായത് ബുധൻ വിദ്യയുടെ കാരകഗ്രഹമാണ്. അപ്പോൾ അവിടേക്ക് വ്യാഴം പോകുമ്പോൾ തീർച്ചയായിട്ടും അത് വ്യാഴത്തിൻ്റെ ജോലി എന്ന് തന്നെ ജ്ഞാനം തരിക എന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ 5-ാം ഭാവാധിപനും 2-ാം ഭാവമായിട്ടുള്ള ധനുവിൻ്റെ അധിപനും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദ്യ തരാൻ നോക്കും. അപ്പോൾ ചില അറിവുകൾ എന്നത് അനുഭവം കൊണ്ടുതരും. അത് ഒരു പാർട്ട്ണറിൽ നിന്നാകാം, അതുപോലെ മാതൃസ്ഥാനത്തേക്ക് രാഹു വരുന്നുണ്ട്, ആ ഭാഗത്ത് നിന്നാവാം. അപ്പോൾ അറിവ് പലതരത്തിലും തരും. എന്നാലും ഗുരുവിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല സാധനകളും വിദ്യകളും പഠിക്കാനുള്ള അവസരം തരുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി കൂടി രാഹുവിലേക്ക് 4-ാം ഭാവത്തിലേക്കുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു വിദ്യയുടെ കാര്യത്തിൽ ഒരു യോഗം കാണിക്കുന്നു. പിന്നെ ജന്മനാട് വിട്ട് നിൽക്കാൻ, അതുപോലെ നിങ്ങൾ ഇത്ര നാൾ എവിടെ ഉണ്ടായിരുന്നോ, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിങ്ങൾ കഴിയുകയായിരുന്നു എന്ന് വിചാരിക്കുക, അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യവും തരും. ജോലിപരമായിട്ടുള്ള കാരണം കൊണ്ടോ, അതിനൊരു കാരണം ചിലപ്പോൾ സന്താനങ്ങളായിരിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ അവരുടെ കൂടെ പോകേണ്ടി വരിക, മനസ്സിലായില്ലേ? അതുപോലെ നമ്മുടെ ഒരു കംഫർട്ട് സോൺ വിടേണ്ടി വരും. അതാണ് ഈ ഒരു ഗ്രഹങ്ങളെല്ലാം പറയുന്നത്. ജോലിസ്ഥലത്താണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഒരു രീതിയുണ്ടല്ലോ, ആ ഒരു എൻ്റെ ഒരു താവളം എന്നുള്ളൊരിത്, എൻ്റെ റൂം, എൻ്റെ സാധനങ്ങൾ, എന്താ പറയുക, ആ ഒരു നിങ്ങൾക്ക് കുറച്ച് സുഖം തരുന്നതെന്നോ ഒരു കംഫർട്ട് തരുന്നതെന്നോ ആ ഒരു ഏരിയ വിടാനുള്ള സാധ്യത കൂടുതലായിട്ടും ഗോചരത്തിൽ ഗ്രഹങ്ങൾ തരുന്നുണ്ട്. അത് ജാതകത്തിൽ എങ്ങനെ നിങ്ങളുടെ ഗ്രഹങ്ങൾ ദശാകാലങ്ങൾ പറയുന്നു അതിനനുസരിച്ചിട്ടാണ് ഫലിക്കുന്നത്. പക്ഷേ ഇതൊരു ആശുപത്രി വാസത്തിനോ രോഗങ്ങൾ വരാനോ ഉള്ളൊരു സാധ്യതയായിട്ടും കാണാം. നേരത്തെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖമുള്ളവർ, ഉദരസംബന്ധമായിട്ട് പ്രശ്നമുള്ളവർ, പ്രത്യേകിച്ച് ഹോർമോണൽ പ്രോബ്ലം ഉള്ളവർ, അവർക്കും അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള അതിനും സാധ്യതയുണ്ട്. ഇത് കൂടുതലായിട്ടും ഈ നെർവസ് സിസ്റ്റത്തിനെയും ബാധിക്കുന്ന ഒരു ഇതിനായിട്ടാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പിന്നെ ശനിയുടെ ഈ ഗോചരം എന്ന് പറയുന്നത് നല്ല ജ്ഞാനം തരാനാണ്. ശനിയുടെ 2.5 വർഷക്കാലം എന്നത് നല്ല ജ്ഞാനം തരാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളതിനെ എങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രായമോ, സപ്പോസ് നിങ്ങൾ കുറച്ചുകൂടി റിട്ടയേർഡ് ലൈഫൊക്കെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ജ്ഞാനം നേടാൻ അങ്ങനെ പ്രായമില്ല. പിന്നെ അങ്ങോട്ട് പ്രത്യേകിച്ച് നിഗൂഢജ്ഞാനമാണ്. വൃശ്ചികം എന്ന് പറയുമ്പോൾ തന്നെ നിഗൂഢതയാണ് അവിടെ. അപ്പോൾ നിഗൂഢജ്ഞാനങ്ങൾ പഠിക്കുക ശരിക്കും മനസ്സമാധാനം തരും. അഷ്ടമത്തിലെ വ്യാഴം മനസ്സമാധാനം തരണമെങ്കിൽ നിഗൂഢജ്ഞാനം പഠിക്കണം. വൃശ്ചികം ലഗ്നക്കാർക്കും വൃശ്ചികം രാശിക്കാർക്കുള്ള കോമൺ ആയിട്ടുള്ള പരിഹാരം അതാണ്. നിഗൂഢതയെ അന്വേഷിച്ച് നടക്കുക. ഇവിടെ ഈ നിഗൂഢത എന്ന് പറയുമ്പോൾ അതിൽ നെഗറ്റീവായിട്ടുള്ളൊരു വശം എന്നത് കുറേ ആൾക്കാർ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോവും. അതുകൊണ്ട് ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എന്താ പറയുക, ദേവിയുടെ ആരാധന രീതികൾ, താന്ത്രിക് മാർഗ്ഗങ്ങൾ അത് പഠിക്കുക, ജ്യോതിഷം പഠിക്കുക. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത് ഓൺലൈനായിട്ടൊക്കെ. അപ്പോൾ ജ്യോതിഷം പഠിക്കുക. അപ്പോൾ ഒരുപാട് ആത്മജ്ഞാനം വന്നു ചേരും. ജ്യോതിഷത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് തന്നെ ആത്മാവിനെ പറ്റിയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ എപ്പോൾ ജോലി കിട്ടും, എപ്പോൾ കല്യാണം കഴിയും എന്നൊക്കെയുള്ള ഒരു ഇതിനെപ്പറ്റി പഠിക്കുന്നത്. ആക്ച്വലി അതൊന്നുമല്ല കാര്യം. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്തൊക്കെയായിരുന്നു നമ്മൾ ചെയ്തിരുന്ന കർമ്മങ്ങൾ, പിതൃക്കളുടെ കർമ്മങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വർഷം കുറച്ച് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരണാഗതരായിട്ടിരിക്കുക. അതുപോലെ കുറച്ചൊക്കെ നമ്മുടെ ഒരു വ്യക്തിത്വം നഷ്ടപ്പെടുന്നുണ്ടോ, കുറച്ചുകൂടി പ്രത്യേകിച്ച് ജോലി സ്ഥലത്തൊക്കെ നമ്മളെ ഒന്ന് സൈഡാക്കുന്നുണ്ടോ, അങ്ങനെ നമുക്കൊരു വിലയില്ലാത്ത പോലെയുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസക്കുറവ്, അല്ലെങ്കിൽ നമ്മൾ സ്വമേധയാ ജോലി ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പ്, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ വരുന്ന സമയങ്ങൾ എന്നത് നിങ്ങളെക്കൊണ്ട് എല്ലാവർക്കും നല്ലതായിരിക്കും. അതിലൊരു തരത്തിൽ സന്തോഷിക്കുകയും വേണം. നമ്മൾക്ക് എന്താ പറയുക, പ്രയോജനം എന്നൊരു കാര്യമുണ്ട് ഓരോ വ്യക്തിയെക്കൊണ്ടും. എന്താണ് പ്രയോജനം എന്നത്, അപ്പം അതിനുള്ളൊരു അവസരം തരികയാണ് ഇവിടെ ഗ്രഹങ്ങൾ. നമ്മളെക്കൊണ്ട് എന്ത് നന്മ മറ്റൊരാൾക്ക്
ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. അതൊരു ഡോക്ടറാണെങ്കിൽ, ഒരു സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ, ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ, ഒരു കൗൺസിലർ ആണെങ്കിൽ, ഒരു ജ്യോതിഷ പണ്ഡിതനാണെങ്കിൽ, ഒരു എന്താ പറയുക, ഇങ്ങനെ സിദ്ധികളും മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാരുടെ രോഗം മാറ്റുക. അല്ലെങ്കിൽ ചൊവ്വയാണ് വൃശ്ചികത്തിൻ്റെ അധിപൻ. അതുപോലെ ഉഴിച്ചിൽ, തിരുമ്മുക അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, വൈദ്യന്മാർ, അതുപോലെ കളരിപ്പയറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇവിടെ ആർമി, പോലീസ് അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ ഡിറ്റക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നവർ, അപ്പം ഇങ്ങനെയുള്ള ഫീൽഡുകളിലുള്ളവർക്കെല്ലാം അവരെ കൊണ്ട് സമൂഹത്തിന് നന്മ കിട്ടുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അത് സാധാരണക്കാരായ നമുക്കും നമ്മളെക്കൊണ്ട് എന്ത് മറ്റുള്ളവർക്ക് നല്ലത് ലഭിക്കുമെന്നതിനെപ്പറ്റി ചിന്തിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ, അത് നിങ്ങൾ എങ്ങനെ ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്ന് ട്രീറ്റ് ചെയ്യുന്നു, ഓൺലൈനാണോ ഓഫ്ലൈനാണോ, ഇതൊന്നുമല്ല കാര്യം. അതിനെ നിങ്ങൾ ഉപയോഗിക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ടോ എന്നതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് പ്രാരാബ്ധമുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും. പ്രാരാബ്ധമുണ്ടെങ്കിലേ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ചില ആൾക്കാർ കുറച്ചു കാലം നമ്മുടെ കൂടെ എന്തെങ്കിലും കാര്യത്തിനുണ്ടാവും, പിന്നെ വിട്ടുപോകും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നോക്കൂ, വൃശ്ചികത്തിൽ പാപഗ്രഹങ്ങളുള്ള ഒരു വൃശ്ചികം ലഗ്നക്കാരനോ വൃശ്ചികം രാശിക്കാരനോ ആണെന്ന് വിചാരിക്കുക. ഈ സമയം വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ദശാകാലങ്ങൾ കൂടി നടക്കുകയാണെങ്കിൽ ഇത് ഒരു ഒബ്സഷൻ, ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു ഒബ്സഷൻ ഉണ്ടെങ്കിൽ അത് കളയുന്നതാണ് നല്ലത്. അത് സ്വന്തം നശിപ്പിക്കാനോ, അതായത് സ്വന്തം അഡിക്ഷൻ വന്നിട്ടും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മുറിവേൽപ്പിച്ചിട്ടും, സ്വന്തമായിട്ട് എന്താ പറയുക ഹേർട്ട് ചെയ്തിട്ടൊക്കെ, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോയിട്ടൊക്കെ സ്വന്തമായിട്ട് ബുദ്ധിമുട്ടിക്കാനും, അതുപോലെ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാനും ബുദ്ധിമുട്ടിക്കാനുമുള്ള ഒരു ഇതായിട്ട് മാറരുത്. അതായത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് ശരിക്കും അതൊക്കെ അനുഗ്രഹമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ജ്ഞാനം തരുന്നുണ്ട് എല്ലാ ഗ്രഹങ്ങളും. ആ ജ്ഞാനം നമ്മൾ സ്വീകരിക്കുക, അത് മറ്റുള്ളവർക്ക് നന്മയായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കാൻ നല്ല സമയമാണ്. അതേസമയം പലർക്കും ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം വിട്ട് മാറി നിൽക്കേണ്ടി വരും. തീർത്ഥയാത്രകൾ ചെയ്യാനുള്ള സമയങ്ങൾ വരുന്നുണ്ട്. യാത്രകൾ കൂടുന്ന സമയമാണ്. കുറച്ച് ഉറക്കം കുറയുന്ന സമയമാണ്. ഉറക്കത്തിനൊരു പ്രശ്നം ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഒന്നും മനസ്സിലാക്കുക, എന്താ പറയുക, അത് നിങ്ങളുടെ ഇപ്പോൾ ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ, അതായത് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ സമയം ചിലവാക്കുന്നത് പഠിക്കാനും അതുപോലെ ജോലി ചെയ്യാനും ഒക്കെ രാത്രി ഇരിക്കാം, എന്തായാലും എനിക്ക് ഉറക്കം വരുന്നില്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് ആരോഗ്യത്തെ ബാധിക്കുന്നതായിരിക്കും. ഗ്രഹങ്ങൾ എല്ലാ ഫെസിലിറ്റിയും കൊണ്ടുതരും നമുക്ക് കുത്തിയിരുന്ന് പഠിക്കാൻ രാത്രിയൊക്കെ, പക്ഷെ അത് പിന്നീട് ആരോഗ്യത്തെ ബാധിക്കും. രാഹു ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തരും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് വളരെയധികം ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ ടെക്നിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ, IT ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സമയം തന്നെയാണ്. മീഡിയയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ സമയത്ത് വലിയൊരു ഓഫറൊക്കെ വരുന്ന സമയമാണ്. എഴുത്തുകാരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിൽ നീചസ്ഥനായിട്ടുള്ള ബുധനുണ്ടെന്ന് വിചാരിക്കുക, മീനത്തിൽ ബുധനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങൾക്ക് അങ്ങനെയുള്ള ദശാകാലങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ എഴുത്തിനും നിങ്ങളുടെ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള വ്യക്തിത്വത്തിനെ ആൾക്കാർ അറിയുന്നതായിരിക്കും. കാരണം ശനി അവിടെ വരുമ്പോൾ നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തേക്കെടുക്കും. പിന്നെ അത് പ്രശസ്തിയും തരും. പക്ഷേ ആ വ്യക്തി ഓൾറെഡി കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ വ്യക്തി ആയിരിക്കും. അപ്പോഴാണ് ശനി വരുമ്പോൾ ഇതൊക്കെ തരുന്നത്. പെട്ടെന്ന് ഫ്രഷായിട്ടുള്ള ഒരാൾക്ക് ലഭിക്കുമെന്നല്ല പറയുന്നത്. പക്ഷെ പലതും ശനി ആ പ്രാരാബ്ധം കഴിയുമ്പോൾ നമുക്ക് കൊണ്ടുത്തരും. അത് നിജസ്ഥരായിട്ടുള്ള ഗ്രഹങ്ങളുടെ കൂടെ ഗോചരം ചെയ്യുകയാണെങ്കിൽ പോലും. പക്ഷെ രാഹു ഇവിടെ കുറച്ച് മനസ്സമാധാനക്കേട് തരും, അതുപോലെ സംശയം കൊണ്ടുത്തരും. പിന്നെ ഒരാളെ തന്നെ എന്താ പറയുക, ഈ പ്രണയം ആണെങ്കിലും ജീവിത പങ്കാളിയുടെ ഒരു ഭാഗത്തു നിന്നാണെങ്കിലും സന്താനങ്ങളെ ആണെങ്കിലും അവരെ ഒരുപാട് നമ്മൾ സംശയിക്കാതിരിക്കുക, അതുപോലെ കുറേയൊക്കെ അംഗീകരിക്കുക. അതുപോലെ എന്താ പറയുക, ഒന്നാമത് ഈ വൃശ്ചികത്തിൻ്റെ നമ്മൾ എന്താ പറയുക, വൃശ്ചികത്തിലും കുംഭത്തിലുമാണ് നമ്മൾ ഈ ഡിറ്റക്റ്റീവ്സിനെയും സ്പൈ അവരെയൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആത്മകാരക ഗ്രഹമൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ആൾക്കാരെ അവരുടെ പാട്ടിന് വിടുക. നമ്മൾ അവരെ പിന്തുടരാനോ അവരെന്തു ചെയ്യുന്നു,
അല്ലെങ്കിൽ പലതരത്തിലും ഇങ്ങനെയുള്ള ഈ രാഹു വളരെ പ്രബലനായിട്ട് വരുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മളിൽ ആ സ്വഭാവം വരാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേയൊക്കെ വിട്ട് കളയാൻ പഠിക്കണം. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലേക്ക് മിഥുനത്തിലേക്കുള്ള ഗോചരമാണെങ്കിലും വ്യാഴവും രാഹുവും തീർക്കുന്ന ത്രികോണ സംബന്ധമാണെങ്കിലും ചൊവ്വയുടെ ഒരു അവസ്ഥയാണെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇപ്പോൾ രാഹു പ്രബലനാവുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഫേക്കായിട്ടുള്ള കോളുകൾ വരിക, നമ്മുടെ ഈ ബാങ്ക് പാസ്വേഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാങ്കിങ് ആപ്പും അതിൻ്റെ സെക്യൂരിറ്റിയും, അതുപോലെ ഈ ഇപ്പോഴത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് കുറച്ച് പ്രബലമായിട്ട് വരും. പ്രത്യേകിച്ച് രാഹു അവിടെ പ്രബലൻ 4ാമത്തെ ഭാവത്തിലാണ് പ്രബലനാവാൻ പോകുന്നത്. 10ാം ഭാവത്തിൽ കേതു ചിങ്ങത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ അന്തർദശകളാണെങ്കിലും അന്തർദശകൾ രാഹുവിൻ്റെതൊക്കെ ഉണ്ടാകുമ്പോൾ, വൃശ്ചികം ലഗ്നക്കാരനും രാഹുവിൻ്റെ മഹാദശ വരികയാണ്, അല്ലെങ്കിൽ അന്തർദശകളാണെങ്കിലും വൃശ്ചികം രാശിക്കാർക്കും ഒക്കെ തീർച്ചയായിട്ടും ആ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറേ ആൾക്കാരുമായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും സംരംഭമൊക്കെ തുടങ്ങാൻ നല്ലതാണ്. പ്രത്യേകിച്ച് വിദേശത്ത്, ജന്മനാട്ടിൽ നിന്ന് അകന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അകന്നിട്ട് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരു സംരംഭമൊക്കെ തുടങ്ങാൻ നല്ലത് തന്നെയാണ്. പക്ഷേ എത്രമാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അത് എന്താ പറയുക, ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, എൻ്റെ റോൾ എന്താണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എനിക്ക് തിരിച്ചു കിട്ടുമോ, അതുപോലെ നമ്മൾ ഒരു ഇടയ്ക്കൊരാളെ വെച്ചിട്ടൊന്നും ചെയ്യരുത്. നമ്മുടെ കാര്യങ്ങളും പണവും കാര്യങ്ങളൊക്കെ അപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം നേരിട്ടുള്ള ഇടപാടുകളും ആയിരിക്കണം. അതുപോലെ ഭൂമി, വാഹനം, പ്രോപ്പർട്ടി എന്ന കാര്യത്തെ പറ്റിയും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഈ സമയത്ത് രാഹു ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് വീട് വയ്ക്കണം എന്നുള്ള ഒരു ഇതൊക്കെയാണെങ്കിൽ അതിന് രാഹുവിൻ്റെ സപ്പോർട്ടൊക്കെ തരും. നിങ്ങളുടെ ജാതകത്തിൽ രാഹു നല്ലതാണെങ്കിൽ, തീർച്ചയായിട്ടും ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് ലഭിക്കും. രാഹു എപ്പോഴും തരുന്നത് വലിപ്പമുള്ളതായിരിക്കും. അതുകൊണ്ട് വാഹനമായാലും ഈ സമയത്ത് വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നത് ചെറിയ രീതിയിലായിരിക്കില്ല, നിങ്ങൾ വിചാരിച്ചതിൽ കൂടുതൽ തന്നെയായിരിക്കും. പക്ഷേ എപ്പോഴും രാഹു കൊണ്ടുതരുന്നത് അതൊരു ഷാഡോ പ്ലാനറ്റാണ്, ഒരു മായയാണ്. അതുകൊണ്ട് അതിനൊരു സ്ഥിരത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കടമെടുത്തിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും പ്രധാനമായിട്ടും ഈ ഒരു വീട്, വാഹനം, പ്രോപ്പർട്ടി എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളൊരു നല്ലൊരു അഡ്വൈസ് എടുത്തിട്ട് വേണം എന്താ പറയുക, അത് ഈ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യുന്നത്, വാങ്ങുന്നത്. മനസ്സമാധാനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് വിഷമമുണ്ട്. ശനി മീനത്തിൽ പോകുന്നതായാലും രാഹുവിൻ്റെ കുംഭത്തിലേക്കുള്ള വരവാണെങ്കിലും അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ അവസ്ഥയാണെങ്കിലും മനസ്സമാധാനം എന്നൊരു കാര്യം, അതുപോലെ ബന്ധുക്കൾ, മക്കൾ, മൊത്തത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. മനസ്സമാധാനം, നമ്മുടെ മനസ്സമാധാനം അവരുടെ കയ്യിൽ കൊടുക്കരുത്. അതായത് ആ വ്യക്തി നന്നായിട്ടിരുന്നാലേ എനിക്ക് സന്തോഷം ഉണ്ടാവും എന്ന് വിചാരിക്കരുത്. അതായത് അവർ നമ്മളോട് നന്നായിട്ട് പെരുമാറുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തിലാണെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ മുന്നിൽ ശരണാഗതരായിട്ടിരിക്കുക. പിന്നെ എല്ലാം അവർ നോക്കിക്കോളും, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ അടുത്ത വർഷം അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും വ്യാഴം ആ രീതിയിലേക്ക് കൊണ്ടുവരും നിങ്ങളെ, ശനിയുടെ കൂടെ ഇരുന്നിട്ട്. ശനിയുടെ 10ാം ദൃഷ്ടിയും നിങ്ങളുടെ 2ാം ഭാവത്തിലേക്കുണ്ട്. ശനിയുടെ 7ാം ദൃഷ്ടി എന്താ പറയുക 11ാം ഭാവത്തിലേക്കുണ്ട്. അതുപോലെ ശനിയുടെ 3ാം ദൃഷ്ടി നിങ്ങളുടെ 7ാം ഭാവത്തിലേക്കുണ്ട്. മൊത്തത്തിൽ നിങ്ങളുടെ കസിൻസ്, റിലേറ്റീവ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, അതുപോലെ എന്താ പറയുക നിങ്ങളുടെ കുടുംബം, മനസ്സിലായില്ലേ, നിങ്ങളുടെ ജീവിത പങ്കാളി. 7ാം ഭാവം എന്ന് പറയുന്നത് ഓപ്പോസിറ്റുള്ള ആൾക്കാരാണ്, മറ്റുള്ളവർ. ഈ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. ചിലപ്പോൾ ഒരു ചെറിയൊരു ഇൻസൾട്ടായിരിക്കാം, ചിലപ്പോൾ വീടിനുള്ളിൽ വെച്ചിട്ടുള്ള ഇൻസൾട്ടായിരിക്കാം. അച്ഛൻ എനിക്ക് വേണ്ടി ഇതുവരെ എന്ത് ചെയ്തു, അങ്ങനെ ഒരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് വിഷമം വരും. അല്ലെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടി ഇതുവരെ ചെയ്തു തന്നത്, അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ വിഷമം വരും. അതിന് കാരണം എന്ന് വെച്ചാൽ അത് പ്രാരാബ്ധമാണ്. കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നമ്മൾ മിസ്സായിപ്പോയ, അബദ്ധം പറ്റിപ്പോയ കാര്യങ്ങളാണ്. പ്രാരാബ്ധമാണ് എപ്പോഴും എല്ലാവരുടെ പ്രവൃത്തിയിലൂടെയും വായിലൂടെയും വാക്കുകളായിട്ടും ഒക്കെ വരുന്നത്. വാക്കുകളും പ്രവൃത്തിയും ഒബ്സർവ് ചെയ്യുക, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ. അത് ഒരു പെർട്ടിക്കുലർ ഗ്രഹം ഉണ്ടായിരിക്കും, അത് ആ സമയത്ത് അന്നത്തെ
ദശ ഏതാണ്, പ്രാണദശ, സൂക്ഷ്മദശയൊക്കെ, അതിനനുസരിച്ചിട്ടുള്ള കർമ്മമായിരിക്കും അന്ന് നടക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകൾ ഈ ഇമോഷൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് വിഷമമാണ്. ഇപ്പോൾ ശരണാഗതരായിട്ടിരിക്കുക. പരിഹാരങ്ങൾ എന്നത് നാമജപങ്ങൾ തന്നെയാണ്. നാമജപം എന്ന് പറയുമ്പോൾ ഈ 5-10 മിനിറ്റ് ഉള്ള നാമജപമല്ല, മിനിമം 2 മണിക്കൂറെങ്കിലും നാമജപം, നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ നാമജപം ചെയ്യുക. അതൊരു മനസ്സമാധാനം കൊണ്ടുതരും. പിന്നെ കൂടുതലും എന്താ പറയുക, ഈ ചൊവ്വയുടെ ഒരു 9-ാം ഭാവത്തിലേക്ക്, അതായത് വ്യാഴം ഉച്ചത്തിലാവുന്ന രാശിയാണ് കർക്കിടകം. അവിടെ ഈ ചൊവ്വ ഇരിക്കുമ്പോഴും അതുപോലെ ചൊവ്വയുടെ എന്താ പറയുക അഷ്ടമത്തിലെ ഒരു അവസ്ഥ വരുമ്പോഴും ഒക്കെ നിങ്ങൾ ആരാധനകൾ തന്നെയാണ് നിങ്ങളെ രക്ഷിക്കുക. അപ്പോൾ ഹനുമാൻ ചാലിസ വായിക്കുന്നത്, ഹനുമാൻജി ആരാധിക്കുന്നത്, ഉഗ്രദൈവങ്ങളെ തീർച്ചയായിട്ടും ഈ സമയത്ത് നരസിംഹമൂർത്തി, മഹാകാളി, ഭദ്രകാളി, ആഞ്ജനേയ സ്വാമി, ഇങ്ങനെ ഉഗ്രദൈവങ്ങളെ ആരാധിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യും. അപ്പോൾ ഭഗവാൻ ശിവനെ ആരാധിക്കാം. തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാം. നിങ്ങളുടെ ഇഷ്ടദൈവന്മാരാണ്, അവരെ ശരണം പ്രാപിക്കാം. അപ്പോൾ അതാണ് ഒരു രക്ഷയുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു വർഷം എന്നത് കരിയറിൻ്റെ കാര്യത്തിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി തരുന്നുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻ അതുപോലെ അത് പ്രതീക്ഷിക്കേണ്ട. പിന്നെ ശനി 5-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ 5-ാം ഭാവം പൊസിഷൻ്റെ കൂടിയാണ്. പക്ഷേ തീർച്ചയായിട്ടും വിദേശത്ത് ഇരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാരാബ്ധം കഴിഞ്ഞിട്ടൊരു റെക്കഗ്നീഷൻ കിട്ടേണ്ട സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുന്ന ആളാണ് ശനി. പക്ഷേ അതുവരെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ കിട്ടും. അതായത് ഇനിയിപ്പോൾ അവാർഡ് കിട്ടിയത് കൊണ്ടോ ഒരു പൊസിഷൻ കിട്ടിയത് കൊണ്ടോ ഒരു വലിയ സന്തോഷമൊന്നും വരാനില്ല. സാധാരണ ഒരു കസേരയിൽ കയറിയിരിക്കുന്ന സന്തോഷം മാത്രമേ ഒരു പുതിയൊരു പൊസിഷൻ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയുള്ളൂ. ഒരു അഭിമാനമോ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക രണ്ടാളോട് വിളിച്ചു പറയാനുള്ള ഒരു മനസ്സോ ഒന്നും ഉണ്ടാവില്ല. ശനി അപ്പോഴേ എല്ലാം കൊടുക്കുകയുള്ളൂ. നമുക്കിനി ഇതൊന്നും വേണ്ട. അതുപോലെ തന്നെ പ്രണയവും ചില ആൾക്കാരുടെ ജീവിതത്തിൽ വൈകിട്ടാണെങ്കിലും ഒരു പ്രണയവും വരാൻ ഈ ശനി കാരണക്കാരനാവും. അപ്പോൾ വരുമ്പോൾ വലിയൊരു ഉത്സാഹമൊന്നും ഉണ്ടാവില്ല. കാരണം മുൻകാലത്തെ ആ ഒരു പരാജയങ്ങളെല്ലാം മനസ്സിൽ അങ്ങനെ ഉണ്ടാകും. കാരണം ഞാൻ എത്ര കൊടുത്തിട്ടും തിരിച്ചൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് വലിയ പ്രതീക്ഷ വേണ്ട, എപ്പോൾ വേണമെങ്കിലും ഈ വ്യക്തിയും പോവാം, എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് എല്ലാം എടുത്തിട്ട് പോകാം, അങ്ങനെ നിങ്ങൾക്ക് ഉള്ള ഒരു സാഹചര്യവും തരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരുപാട് ലേറ്റായിട്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണർ, ഒരു റിലേഷൻഷിപ്പ്, ഞാൻ ഇവിടെ പ്രണയം എന്നാണ് ഉദ്ദേശിക്കുന്നത്, വരുന്നത് നല്ലതായിരിക്കാം, സ്റ്റെബിലിറ്റി കൊണ്ട് തരുന്നതായിരിക്കാം. അത് ആ ദശാകാലത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ശനി ഇവിടെ എന്തും ശനി ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടേ തരുള്ളൂ. അപ്പോൾ ആർക്കാണോ ആ ഒരു ആക്സെപ്റ്റൻസ് ഉള്ളത്, ശനിയുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നതിന് 36 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിലും ആ വയസ്സ് കഴിയണം. ഒരു 38-40 ആവണം. അപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് നിങ്ങളുടെ അഷ്ടമഭാവത്തിലെ ആ ഒരു ഇത് ഇരിക്കുന്ന ഗ്രഹങ്ങൾ, നിങ്ങളുടെ 9-ാം ഭാവാധിപൻ്റെ അവസ്ഥ, വ്യാഴത്തിൻ്റെ അവസ്ഥ എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നത്. കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയാറില്ലേ, ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് ഉച്ചരിക്കണമെങ്കിൽ, ഭഗവത് സ്മരണ ഉണ്ടാകണമെങ്കിലും ഭഗവത് കൃപയുണ്ടെങ്കിലേ അത് വരികയുള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാർ ഭഗവാന്റെ നാമങ്ങൾ എടുക്കാറേ ഇല്ല. ഒരു ദൈവത്തിൻ്റെയും ഇഷ്ടദൈവത്തിൻ്റെയും ഒരു നാമവും ചൊല്ലാറില്ല. കാരണം കൃപയില്ലാത്തത് കൊണ്ടാണ്. ചില ആൾക്കാർക്ക് എല്ലാ ശാസ്ത്രങ്ങളും അത് പരീക്ഷിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി അവർ വായിച്ചു നോക്കിയിട്ടുണ്ടാകും, പക്ഷെ നാമം ഉണ്ടാകില്ല. ഒക്കെ കഥകളായിട്ട് വിശ്വസിക്കുന്നവരാണ്. ഇതൊക്കെ ഒരു കഥയാണ്, ആരോ എഴുതിയ കഥയാണെന്ന് പറയുന്നത് പോലെ. അപ്പോൾ യാഥാർത്ഥ്യം എന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവങ്ങളാണ്, ഭഗവാനാണ്, നിങ്ങളുടെ ഇഷ്ടദൈവമാണ്, എൻ്റെ കാര്യമാണെങ്കിൽ ഭഗവതിയാണ്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യവും അതാണ് സത്യവും. അതുകൊണ്ട് ആ ഒരു കാര്യം വിശ്വസിക്കുക. വൃശ്ചികം രാശിക്കാരാണെങ്കിലും വൃശ്ചികം ലഗ്നക്കാരാണെങ്കിലും. അപ്പോൾ ഒന്ന് ഓർക്കേണ്ടത്, ഈ പറയുന്ന ഗ്രഹങ്ങളെല്ലാം ശനിയാണെങ്കിൽ 2.5 വർഷമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ 2025 എന്ന് പറയുമ്പോൾ അങ്ങനെ അതിനെ 2025 മാത്രം എടുക്കരുത്. ശനി അവിടെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിലൂടെ ഗോചരം ചെയ്യും. അതിനുശേഷം മേടത്തിലേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും മീനത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറച്ച് കാലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ശനിയുടെ ഒരു അനുഭവം എന്നത്. വ്യാഴത്തിൻ്റേത് മെയ് മാസം തൊട്ട് 1 വർഷത്തേക്കാണ്. അപ്പോൾ അവിടെയും അങ്ങനൊരു ദൈർഘ്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഗോചരമാണെങ്കിലും മെയ് മാസം തൊട്ടിട്ട് 1.5 വർഷത്തേക്കാണ് 2025 കാര്യം. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് അങ്ങോട്ടുള്ളൊരു പ്രഡിക്ഷനായിട്ട് ഇതിനെ മനസ്സിലാക്കാം. പിന്നെ ദശാകാലങ്ങൾ, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ദശാകാലങ്ങളാണ് ആ ഒരു എന്താ പറയുക നമ്മുടെ അനുഭവങ്ങൾ, ഇൻഡിവിജ്വൽ പേഴ്സണൽ അനുഭവങ്ങളെ പറ്റി പറയുന്നത് ദശാകാലമാണ്. അത് കർമ്മഫലമാണ് നമ്മുടെ.
അപ്പോൾ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹങ്ങൾ അന്തർദശ കാലങ്ങൾക്കനുസരിച്ചിട്ടാണ് ഫലം ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇതുവരെ കണ്ടതിന് കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.